ആത്മീയ വ്യക്തി പങ്കുവെച്ച് ഓർമ്മിക്കുകയാണ്, ആത്മീയ അഭിഷേകം ഉല്ലാസയാത്രയ്ക്കുള്ളതല്ല, അത് ഉത്തരവാദിത്വപൂർണ്ണമായ ആത്മീയ പോരാട്ടത്തിനുള്ളതാണ് അഭിഷേകം. അപ്പം ഇത് രസിക്കാൻ വേണ്ടിയുള്ള ദൈവം തരുന്ന ഒരു കാര്യമല്ല, വലിയ ഉത്തരവാദിത്വമാണത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മീയ ആത്മീയതയുടെ 245 സെഷനാണല്ലോ ഇത്. 7ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 19ാമത്തെ വിചിന്തനവും. ഹാലലൂയ ഹാലലൂയ. അവസാനത്തെ സദനം 7ാം സദനം, അതിൻ്റെ അവസാനത്തെ അധ്യായം 4ാം അധ്യായം, അതിൻ്റെ 2ാമത്തെ ഖണ്ഡിക നമ്മൾ കണ്ടു കഴിഞ്ഞു. 3ാമത്തെ ഖണ്ഡിക, എന്തെല്ലാമായാലും യാതൊരു കുറ്റവും ചെയ്യരുതെന്ന് ഈ ആത്മാക്കൾക്ക് അതിയായ ആഗ്രഹവും അചഞ്ചലമായ നിശ്ചയമുള്ളത് കൊണ്ട് അവരിൽ പാപമോ ന്യൂനത പോലുമോ കാണുകയില്ലെന്ന് ഒരു നിമിഷത്തേക്ക് പോലും നിങ്ങൾ വിചാരിച്ചു പോകരുത്. നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും, ഈ ഒരു അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തികളുടെ ഒരു പാപമോ ഒരു ന്യൂനതയോ ഒന്നും ഉണ്ടാവുക പോലും ഇല്ലല്ലോ. അങ്ങനത്തെ ചിന്ത ഒരു നിമിഷത്തേക്ക് പോലും വേണ്ടായ നമ്മദ്രസ്യ പറയുകയാണ്. അപ്പൊ നമുക്ക് ആശ്ചര്യം, അപ്പൊ അവരിലും പിന്നെ പാപം ഉണ്ടാകുമോ, ന്യൂനതകൾ ഉണ്ടാകുമോ എന്ന് നമ്മദ്രസ്യ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അവസ്ഥ വിശദീകരിക്കുന്നത്. മനഃപൂർവമായ കുറ്റങ്ങൾ കാണുകയില്ല, അറിഞ്ഞുകൊണ്ട് ഒരു പാപം പോലും അവർ ചെയ്യുകയല്ല. അവ വർജിക്കുവാൻ കർത്താവ് അവർക്ക് പ്രത്യേക സഹായം ചെയ്യാതിരിക്കുകയുമില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ടൊരു പാപത്തിലേക്ക് പോകാൻ അവർ സമ്മതിക്കുകയല്ല, അവർ മനസ്സാക്ഷി അനുവദിക്കുകയല്ല. അത് കർത്താവും അത് സമ്മതിക്കുകയല്ല അങ്ങനെ പോകാൻ. അതുപോലെ ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മറികടക്കുന്നല്ല, എങ്കിൽ പോലും അതുപോലെ ദൈവം അവരെ സ്നേഹം ചേർത്ത് പിടിക്കുകയാണ്. പക്ഷെ ഇവർ ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊരു കുറ്റം ചെയ്യാൻ തയ്യാറാവുകയില്ല. ലഘുപാപങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അത് എടുത്ത് പറയുകയാണ്. അപ്പം അറിയാതെ വലിയ പാപങ്ങൾ ഉണ്ടാകുമോ? ഇല്ല, വലിയ പാപത്തിന്റെ വിഷയമേ ഇല്ല. ലഘുപാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മാരകപാപം എന്ന് അറിയുന്നതിൽ നിന്ന് അവർ സ്വതന്ത്രരാണ്. മാരകപാപമായിട്ടുള്ള ഒരവസ്ഥയിലുള്ള ഒരു പ്രവൃത്തിയോ ചിന്തയോ സംസാരമോ അത് അവര് ഒരിക്കലും ഉണ്ടാവുകയില്ല, പറ്റുകയില്ലാത്തവരെ ആയിട്ടുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ദൈവത്തെ ധരിച്ചവരായിട്ട് അവർക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. പാപം ചെയ്യാൻ പറ്റുകയില്ലാത്തവരെ ആവുകയാണ്, അതുപോലെ ആയി പോവുകയാണ്. അവിടെ മാരകപാപം എന്ന് പറയുന്നത് അത് ഇല്ല, അത് നമ്മൾ സ്വതന്ത്രരാണ്. ലഘുപാപത്തിന്റെ കാര്യം ചിലപ്പോൾ അറിയാതെ മനഃപൂർവ്വം അല്ലാതെ വന്ന് പോയേക്കാമെന്ന് പറയുന്നത്. മാരകപാപം എന്നറിയുന്നതിൽ നിന്ന് അവർ സ്വതന്ത്രരാണ്. എന്നാലും തികഞ്ഞ ഭദ്രത പ്രാപിച്ചെന്ന് പറയാവുന്നതല്ല. മാരകപാപം ഉണ്ടാവുകയല്ല, എന്നാലും ഒരു കാരണവശാലും ഉണ്ടാവുകയേ ഇല്ല എന്ന് ചിന്തിക്കരുത്. തികഞ്ഞ ഭദ്രത, അത് മരണത്തിന്റെ നിമിഷം വരെയും ആ ഒരു ഭദ്രതയില്ലായ്മയുണ്ട്. മൺപാത്രങ്ങളിലാണ് ഇത് നൽകപ്പെടുന്നത്. അപ്പസ്തലൻ വരെ നമ്മൾ കണ്ടതാണ്. മനസ്സറിവ് കൂടാതെ അങ്ങനെ വല്ലതും ചെയ്തു പോകാൻ സാധ്യതയുണ്ടെന്ന വിചാരം അവർക്ക് അത്യന്തം വേദനാജനകമാണ്. ഇനി അറിയാതെങ്ങാനും വല്ല തെറ്റിലും ബന്ധപ്പെട്ടു പോകുമോ എന്നൊരു ചിന്ത തന്നെ അവർക്ക് വലിയ വേദനാജനകമാണ്. നിത്യനാശത്തിൽ നിപതിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള സ്മരണയും അവർക്ക് മഹാവ്യസനകരമത്രേ. നിത്യമായ നാശം, നരകത്തിൽ പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഇവർക്ക് സ്മരണയുണ്ട്, ചിന്തയുണ്ട്. അത് വലിയ വ്യസനവുമാണ്, വേദനയാണ്. അത് നമ്മളുടെ യഥാർത്ഥമായ ആത്മീയ വളർച്ചയുടെ അടയാളമാണ്. ആത്മാക്കളുടെ രക്ഷയിലുള്ള തീഷ്ണത, ആത്മാക്കളുടെ നാശത്തെക്കുറിച്ചുള്ള നൊമ്പരം. ഫാത്തിമയിലെ കുഞ്ഞു വിശുദ്ധര് പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി എന്തുമാത്രം തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. മാതാവിന് പ്രത്യക്ഷീകരണം ഉണ്ടായത് മുതൽ ത്യാഗങ്ങളെടുത്തു, ഉപവാസം എടുക്കുന്നു, ചമ്മട്ടി അടിക്കുന്നു, അല്ലെങ്കിൽ മുള്ളറിഞ്ഞാണം കെട്ടുന്നു, കൈവിരിച്ചു പിടിക്കുന്നു. എന്തുമാത്രം അവരുടെ രോഗങ്ങൾ വന്നപ്പോൾ അതെല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിയോഗം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സ്വർഗത്തിൽ ദൈവത്തിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി. കാരണം ഓരോ പാപി അനുഭവിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് നൊമ്പരമാണെന്ന് ആ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി. അപ്പം അങ്ങനത്തെ ഒരു വ്യസനത്തിന്റെ അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ വന്നു, അല്ലെ മാതാവ് അവരെ ധ്യാനിപ്പിച്ചു വരുത്തി. ആ വ്യസനം വെച്ച് അവർ നീങ്ങുകയാണ്. അത് നമ്മൾ ആത്മീയത വളർന്നു വരുമ്പം പാപവഴിയിലൂടെ ദൈവത്തെ അറിയാത്ത വഴിയിൽ പോകുന്ന വ്യസനം നമ്മുടെ ഉള്ളിലും സജീവമായിട്ടുണ്ടാവണം. നമുക്ക് ആരെക്കുറിച്ച് അങ്ങനെ വ്യസനമൊന്നും ഇല്ല, എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചും എന്ന് വന്നാൽ നമ്മുടെ ആത്മീയത വേണ്ടത്ര ക്വാളിറ്റിയിലൂടെ വന്നിട്ടില്ല എന്നൊരു സൂചനയുണ്ട്. അവരുടെ ഗണത്തിൽ പെടുകയില്ലെന്ന് ഒരു വിധത്തിൽ നല്ല ഉറപ്പുണ്ടെങ്കിലും അതിഗാഠമായ ദിവ്യ സംസർഗം അനുഭവിച്ചിരുന്ന സ്ലൈമേനെ പോലെ കർത്താവിനാൽ സവിശേഷം അനുഗ്രഹീതരെന്ന്
കരുതപ്പെട്ടിരുന്ന ചിലരെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഓർക്കുമ്പോൾ എന്ന് വെച്ചാൽ സ്ലേമോൻ രാജകുമാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന 11-ാമത്തെ അധ്യായത്തിൽ പാപത്തിൽ വീണ് വിഗ്രഹാരാധനയിൽ മുങ്ങി മുഴുകി വിജാതീയ ദേവീ ദേവന്മാർക്ക് വേണ്ടി തൻ്റെ വിജാതീയ ഭാര്യമാർ ആവശ്യപ്പെട്ടപ്പം കാവുകളും അമ്പലങ്ങളും ഉണ്ടാക്കി അവിടെ പോയി പൂജ അർപ്പിച്ച് ബലി അർപ്പിച്ച് അങ്ങനെ അതപ്പതിച്ചു പോയി. വലിയ ദൈവ സംസർഗം കഴിഞ്ഞിരുന്ന വ്യക്തികളാണ് ശ്രേമോൻ, എന്നിട്ട് പോലും സംഭവിച്ചു പോയി. അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് വചനം ചൂണ്ടിക്കാണിക്കുന്നത് ഓർമ്മിക്കുമ്പോൾ എന്നാ പറയുന്നത്, വേദപുസ്തകം പറഞ്ഞ് ഓർമ്മിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആശങ്കാകുലരാകാതിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആശങ്കയും ആകുലതയും ആ രീതിയിൽ അനുഭവപ്പെടും. ഞടുക്കം, ജാഗ്രത. അങ്ങനെ നിങ്ങളിൽ ഏറ്റവും സുരക്ഷിതയെന്ന് സ്വയം കരുതുന്നവൾ എല്ലാവരിലും അധികം ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ദൈവത്തോടു കൂടിയാണ്, ഞാൻ ഒരു പാപം ചെയ്യുകയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് കൂടുതലും ഭയപ്പെടേണ്ടത് നമ്മൾ രഹസ്യം പറയുകയാണ്. കാരണം ആ വ്യക്തിക്ക് ജാഗ്രത ഇല്ലെന്നായി പോകും, അശ്രദ്ധ വരും. അതാണ് പത്രോസ് സംഭവിക്കുന്നത്. തിരുവനന്തപുരത്ത് വായിക്കുന്നത്, ഞാൻ എന്ത് വന്നാലും ആരെല്ലാം ഉപേക്ഷിച്ചാൽ അതിനെ ഉപേക്ഷിക്കില്ല എന്നുള്ള നല്ല ഉറപ്പ്, ഏറ്റവും സുരക്ഷിതം, അല്ലെങ്കിൽ ഈശോ ഉപേക്ഷിച്ച് പോവുകയില്ല എന്നുള്ള ആ ഒരു ഏറ്റവും സ്നേഹത്തിന്റെ നിറവ് തനിക്കാവുള്ളത് മറ്റെല്ലാ അപ്പസ്വരന്മാരെക്കാൾ കൂടുതൽ എന്ന് അപ്പസ്വരം ചിന്തിച്ചപ്പോഴും സ്വയം കരുതലെടുക്കുന്നതിന് വീഴ്ച വന്നുപോയി. ഈശോ പറഞ്ഞിട്ടും പ്രാർത്ഥനയും സമയം ചെലവഴിക്കുന്നില്ല, കിടന്നുറങ്ങി. അതിന് ഫലമായിട്ട് വീഴ്ച വരികയും ചെയ്തു. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും സുരക്ഷിത എന്ന് സ്വയം കരുതുന്നവൾ എല്ലാവരിലും അധികം ഭയപ്പെടേണ്ടതാണ്. ദൈവത്തെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ, സങ്കീർത്തനം 111 എന്നല്ലേ ദാവീദ് പറയുന്നത്. ദൈവഭയം ഇത് മാത്രമാണ് ദൈവഭയത്തെക്കുറിച്ച് വചനത്തിൽ വായിക്കുന്നത്. സങ്കീർത്തനങ്ങളെ പ്രത്യേകിച്ചും ദൈവഭയം അറിവിന്റെ ആരംഭമാണ്. ആ ഭയത്തിൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് പേടിച്ചു മാറി നിൽക്കുന്ന, അകറ്റിക്കളയുന്ന ഭയമല്ല. അതും അവയും പാപം ചെയ്തപ്പോൾ അവർ ഭയന്ന് മാറി, ആ ഭയമല്ല. മറിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഉപദേശങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടുന്ന് അകന്നു പോകാനോ അവിടുന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ഇടവരാൻ സാധ്യതയുള്ളത് കൊണ്ട് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത എടുക്കുന്ന ആ ഒരു ജാഗ്രത, അതാണ് ഈ ദൈവഭയം എന്ന് പറയുമ്പോൾ. കർത്താവ് നമ്മെ സദാ സംരക്ഷിക്കട്ടെ. അവിടുത്തെ ദ്രോഹിക്കാതിരിക്കാനുള്ള അനുഗ്രഹം അപേക്ഷിക്കുന്നതാണ് നമ്മുടെ സ്വാധീനതയിലുള്ള ഏറ്റവും വലിയ ഭദ്രത. ഇവിടെ നമുക്ക് തന്നെ അവിടുത്തെ അനുഗ്രഹം അപേക്ഷിക്കും. കർത്താവ് അങ്ങേ വിട്ട് അകന്നു പോകാൻ ഒരിക്കലും എന്നെ അനുവദിക്കരുത്. മനസ്സാപ്രകാരം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കൂട്ടി ചേർക്കുന്നുണ്ടല്ലോ, ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കാരണവശാലും ഒരു പാപം ചെയ്ത് ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാനുള്ള നമ്മുടെ ഭാഗത്ത് തീരുമാനം, അതൊരു അപേക്ഷയായിട്ട് ആഗ്രഹമായിട്ട് തിരുസന്നിധി വെക്കുക. അവിടുന്ന് സദാ സ്തുതിക്കപ്പെടട്ടെ. ആമേൻ. 4-ാമത്തെ ഖണ്ഡിക, കർത്താവ് ഈ ലോകത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് സഹോദരിമാരെ നിങ്ങളെ അറിയിക്കുന്നത് പ്രയോജനകരമായിരിക്കും. അപ്പം ഇനി മൊത്തത്തിൽ കമന്റ് പറയാം. ഇവിടെ 7-ാം സദനത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയുടെ ആത്മാവിൽ സംഭവിക്കുന്ന ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ അത് ഏതൊരു വ്യക്തിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവയുടെ സൽഫലങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗ്രഹിച്ചിരിക്കാം. സൽഫലങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമാണ്. ആ സൽഫലങ്ങൾ സ്വയം വിസ്മരിച്ച് ഈശോയുടെ വഴിയെ നടക്കാനുള്ള ആഗ്രഹത്തോടെ ഏത് സഹനമെടുക്കാൻ തയ്യാറായി, മറ്റുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടി ഏത് ശുശ്രൂഷ ഏറ്റെടുക്കാൻ തയ്യാറായി, ലോകത്തിൻ്റെ ആശ്വാസങ്ങളോ അല്ലെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ സന്തോഷം പോലും കാക്ഷിക്കാതെ തമ്മിലായിട്ട് മാത്രം ജീവിക്കാൻ നോക്കുന്ന അങ്ങനത്തെ ഒരു സൽഫലങ്ങളുടെ വലിയൊരു പരമ്പര എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ ക്രൈസ്തവ അനുയായിയായിട്ട് ഒരു വ്യക്തി മാറുമ്പോൾ ഉണ്ടാകേണ്ട കാര്യങ്ങളെല്ലാം അവിടെ വരുന്നത്. ഈശോ ഭൂമിയിൽ അനുഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവിടെ അനുഭവിക്കും നമ്മളും. ദൈവത്തിൻ്റെ സാന്നിധ്യം സദാ അനുഭവിച്ച് ഈശോ ജീവിച്ചു പിതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും കണ്ടതാണ്. അപ്പം അങ്ങനെ ജീവിക്കാൻ നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കും ദൈവമക്കളായി ജീവിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഒരു അനുഭവത്തിലാണ്. ഈ അനുഭവത്തിലേക്ക് എത്തുന്നില്ല, നമ്മൾ ആ ഒരു അവസ്ഥയിൽ പ്രാപിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ദൈവം നമുക്ക് ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ പുറകെ തന്ന് നമ്മളെ വളർത്തുന്നത് അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി കൂടിയാണ്. എന്താണത്? അവിടുത്തെ സ്വീകരിച്ചവർക്കെല്ലാം, നമ്മുടെ വിശ്വസ്തർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടെ കൃപ നൽകി. യോഹന്നാന്റെ സുവിശേഷം 1-ാം വായിക്കുന്നുണ്ടല്ലോ. ദൈവ മക്കളാകുന്ന അനുഭവം, അതിൻ്റെ ഫലങ്ങളാണ് ഈ പറയുന്നവയെല്ലാം.
അപ്പം അതിലേക്ക് എത്തിക്കുക ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഗ്രഹിച്ചിരിക്കും ഈ വിശിഷ്ട ഫലങ്ങൾ 9 നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നിരുന്നാലും അത് ഈ ആത്മാക്കളെ വെറുതെ രസിപ്പിക്കാനാണ് നിങ്ങൾ ആരെങ്കിലും ധരിച്ചു വയ്ക്കാതിരിക്കാൻ വേണ്ടി. ഇനി ആരും ഇങ്ങനൊരു തെറ്റിദ്ധാരണ എടുക്കാൻ സാധ്യതയില്ല ശരിക്കും ചിന്തിച്ച് പഠിച്ചു വന്നാൽ. എങ്കിലും അങ്ങനെ ഒരു മഹാ അബദ്ധം ഇനി ആർക്കെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കണം. അതുകൊണ്ട് അതായത് ഇത് വെറുതെ രസിപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ തരുന്നതാണ്. രസകരമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹ ചുംബനവും സാന്നിധ്യ അനുഭവവും കരുത്തും എല്ലാ ആനന്ദ നിർവൃതി എല്ലാം അനുഭവിച്ച് അങ്ങനെ ഭൂമി രസിച്ചോട്ടെ. ഒരു ആത്മീയ വ്യക്തി പങ്കുവെച്ച് ഓർമ്മിക്കുകയാണ്, ആത്മീയ അഭിഷേകം ടൂറ് പോകാനുള്ളതല്ല, ഉല്ലാസയാത്രയ്ക്കുള്ളതല്ല, അത് ഉത്തരവാദിത്വപൂർണ്ണമായ ആത്മീയ പോരാട്ടത്തിനുള്ളതാണ് അഭിഷേകം. അപ്പം ഇത് രസിക്കാൻ വേണ്ടിയുള്ള ദൈവം തരുന്ന ഒരു കാര്യമല്ല, വലിയ ഉത്തരവാദിത്വമാണത്. അതവിടെ നമ്മൾ കണ്ടത് ആത്മാക്കളുടെ രക്ഷയിലുള്ള വലിയ ആകാംക്ഷ, ആത്മാക്കൾ നശിക്കുന്നത് നൊമ്പരം എല്ലായിടത്തും ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ രസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആരെങ്കിലും ധരിച്ചു വെക്കാതിരിക്കാൻ വേണ്ടി ധരിക്കുന്നത് മഹാ അബദ്ധമാണ്. അതിൻ്റെ വാസ്തവം ഉദ്ബോധിപ്പിക്കാമെന്ന് കരുതുന്നു. തൻ്റെ വത്സരപുത്രൻ നയിച്ച ജീവിതത്തിൻ്റെ പ്രതിഫലനം നമ്മിൽ ഉളവാക്കുന്നതിനും മഹത്തായ ഒരു അനുഗ്രഹം നമുക്ക് തരുവാൻ ദൈവത്തിന് തന്നെ സാധിക്കുകയില്ല. ഇപ്പം തൻ്റെ വത്സരപുത്രൻ നയിച്ച ജീവിതത്തിൻ്റെ പ്രതിഫലനം നമ്മിൽ ഉളവാക്കുക, അതിലും മഹത്തായ അനുഗ്രഹം നമുക്ക് തരാൻ ദൈവത്തിന് തന്നെ സാധിക്കുകയില്ല. അതാ പറഞ്ഞത്, ദൈവപുത്രനായ ഈശോ മനുഷ്യനായി അവതരിച്ചത് നമ്മളെ ദൈവപുത്രനാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവപുത്രനായ ഈശോ മനുഷ്യനെ അവതരിച്ച് ഭൂമി ജീവിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിച്ചോ, എന്ത് തീക്ഷ്ണതയോടെ ജീവിച്ചോ, എങ്ങനെ സ്വന്തം ജീവിതം സമർപ്പിച്ചുവോ അതേ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം വരണം. ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ കാര്യങ്ങളെല്ലാം അനുവദിക്കുന്നു പറയുകയാണ്. തന്നിമിത്തം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തി വളരെയധികം സഹിക്കുന്നതിൽ നമ്മുടെ കർത്താവിനെ അനുകരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുവാനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ സഹനത്തിന്റെ ഒരു ജീവിതമാണ്, ബലിയുടെ ഒരു ജീവിതമാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം അർപ്പിക്കാനുള്ള ജീവിതമാണ്, അനേകരുടെ മോചന ദ്രവ്യമായി സ്വന്തം അർപ്പിക്കാനുള്ള വിളിയാണത്. അതാണ് ഈശോയുടെ ജീവിതത്തിന് പ്രതിഫലനമായിട്ട് വരുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ 7-ാം സദനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ കടന്നു വരിക. നമ്മൾ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.